ചൈതന്യരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരൂപേഷു കൃഷ്ണസ്വരൂപം നമാമി. മള്ളിയൂർ വാഴും തിരുമേനി പദം. ഓം ധ്യായാമോ ധവളാവകുണ്ഠനവതി തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിത ശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം ശ്രീം അമൃതാനന്ദാത്മികാമീശ്വരീ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായൈ വിച്ചൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ മഹാഭാഗവത കുടുംബ സത്സംഗത്തിന്റെ 248 ദിവസം, ഗുരുദർശനം എന്ന ചടങ്ങിന്റെ 97 ദിവസം. ഭാഗവത കുടുംബത്തിലെയും അമ്മയുടെ കുടുംബത്തിലെയും മക്കൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ചടങ്ങ്, ഗുരുദർശനം, അമ്മയുടെ അവദാനങ്ങൾ 97 ദിവസമായി കേൾക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അമ്മയുടെ ജീവചരിത്രം നമ്മൾ സമ്പൂർണമായി കേട്ടു. അമ്മയുടെ ശിഷ്യനും മഠത്തിന്റെ സെക്രട്ടറിയുമായ ആദരണീയ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി എഴുതിയ 2 പുസ്തകങ്ങൾ കേട്ടു. മാതൃവാണിയിൽ അമ്മയുടെ സന്ദേശങ്ങളോടെയാണ് നമ്മൾ ചിങ്ങം 1-ാം തീയതി ആരംഭിച്ചത്. അമൃതം ഗമയ എന്ന പുസ്തകത്തിലെ 2-ാം ഭാഗത്തിലെ 2 അധ്യായം നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഇന്ന് ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, അതാണ് ആദ്യത്തെ അമ്മയുടെ ലേഖനം, അഴിമതി. മക്കളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സകല മേഖലകളിലും അഴിമതി വളരുകയാണ്. ഭാരതത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അഴിമതി നടക്കുന്നുണ്ട്. പൊതുവെ സാമ്പത്തിക അഴിമതികളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതും യുദ്ധവും സംഘർഷവും സൃഷ്ടിക്കുന്നതും നുണ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ഭീകരവാദവും ഒക്കെ ഓരോതരം അഴിമതിയാണ്. കാരണം അവയിലെല്ലാം നേരായ മാർഗത്തിൽ നിന്നുള്ള വ്യതിചലനമുണ്ട്. അഴിമതിയുടെ അടിസ്ഥാന കാരണം സമൂഹത്തിൽ വ്യാപകമാകുന്ന മൂല്യശോഷണം. മൂല്യച്യുതിയെ കുറിച്ച് ബോധവാന്മാരാകാതെ പ്രശ്നത്തിന്റെ ബാഹ്യമായ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് മാത്രം പരിഹാരം കാണുന്നതിനാണ് നാം ഇന്ന് മുൻതൂക്കം നൽകുന്നത്. പുറത്ത് കാണുന്ന അനീതിയും അക്രമവും ക്രൂരതയും അഴിമതിയും എല്ലാം മനസ്സിന്റെ വൃത്തിയില്ലായ്മയും വക്രതയും കൊണ്ടുണ്ടാകുന്ന, അത്യാർത്തി കൊണ്ട് അകവും പുറവും അന്ധത ബാധിച്ച ലോകമാണ് ഇന്നത്തെ. മാർഗം എന്തായാലും എത്രമാത്രം എടുക്കാമോ അത്രമാത്രം എടുക്കുക. ഇതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ബുദ്ധിയിൽ ഉറച്ചിരിക്കുന്നത്. അവരുടെ മുൻപിൽ നിയമവും സർക്കാരും ഒരു വാതിൽ അടച്ചാൽ അവർ 10 വാതിലുകൾ വേറെ കണ്ടുപിടിക്കും. വിദേശ രാജ്യങ്ങളിൽ ഒരു പരിധിക്കപ്പുറം വേഗത്തിൽ വണ്ടി ഓടിച്ചാൽ
പോലീസ് പിടിക്കും. വൻ തുക പിഴ അടയ്ക്കേണ്ടി വരും. 3 തവണ പിടിക്കപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കും. ഇങ്ങനെ കർശനമായ വ്യവസ്ഥയുണ്ട്. എന്നാൽ ഇതിനൊരു മറുവശവുമുണ്ട്. പോലീസ് വണ്ടികൾ എവിടെയെല്ലാം കാത്തു കിടക്കുന്നു, ക്യാമറ എവിടെയെല്ലാം ഉണ്ട് എന്നൊക്കെ അറിയാനുള്ള ഉപകരണങ്ങൾ മിക്കവാറും എല്ലാ വണ്ടികളിലുമുണ്ട്. അതുപോലെ എങ്ങനെയും പണമുണ്ടാക്കണം, സ്വത്ത് സമ്പാദിച്ചു കൂട്ടണം എന്നൊക്കെ നിശ്ചയിച്ചുറപ്പിച്ചവർ അതിനുള്ള പുതിയ പുതിയ മാർഗങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അഴിമതി തടയാൻ പഴുതില്ലാത്ത നിയമങ്ങളും പിഴവില്ലാത്ത സാങ്കേതിക വിദ്യകളും ആവശ്യം. പോലീസും കോടതിയും സർക്കാരും ഒരുപോലെ വിട്ടുവീഴ്ചയില്ലാത്ത നയം സ്വീകരിക്കേണ്ടതുണ്ട്. അഴിമതി നിയന്ത്രിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് സുപ്രധാനമായ പങ്കാണുള്ളത്. ജനവികാരം ഉണർത്തുന്നതും പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതും മാധ്യമങ്ങളാണ്. അഴിമതിയെ മൂടിവയ്ക്കാനും ഊതിപ്പെരിപ്പിക്കാനും തയ്യാറാകാതെ നിഷ്പക്ഷവും ധീരവുമായ നിലപാട് മാധ്യമങ്ങൾ സ്വീകരിക്കും. ബാഹ്യമായ പരിഹാരങ്ങൾക്കൊപ്പം മനുഷ്യ മനസ്സിലും പരിവർത്തനമുണ്ടാവും. അതിന് വിദ്യാഭ്യാസത്തിൽ ആത്മീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. നല്ലതിന്റെയും ചീത്തയുടെയും തുടക്കം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. അച്ഛനമ്മമാർ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും മക്കൾക്ക് മാതൃകയാണ്. പരസ്പര സ്നേഹം, ആദരവ്, വിശ്വാസം, സഹജീവികളോടും പ്രകൃതിയോടുമുള്ള കാരുണ്യം എന്നീ മൂല്യങ്ങൾ വളരാനുള്ള അന്തരീക്ഷം വീട്ടിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സൃഷ്ടിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇന്ന് നിലനിൽക്കുന്ന അഴിമതിക്ക് നല്ലൊരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയും എന്നാണ് അമ്മ ആ അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത്. അടുത്ത അധ്യായം ഈശ്വരസ്തുതി. മക്കളെ, ഈശ്വര മാഹാത്മ്യം വർണ്ണിക്കുന്ന സ്തുതികളും കീർത്തനങ്ങളും ആലപിക്കുക എന്നത് ഭക്തിമാർഗത്തിലെ ഒരു പ്രധാന സാധനയാണ്. ഭഗവാൻ സ്തുതിക്ക് വശംവദനാകുന്നു എന്നല്ല ഇതിനർത്ഥം എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഭഗവാൻ ബാഹ്യമായ സ്തുതിയിൽ മയങ്ങുന്ന ആളല്ല. സ്തുതിയും നിന്ദയും അവിടത്തേക്ക് ഒരുപോലെയാണ്. ചെളിവാരി അറിയുന്നവരെയും അനുഗ്രഹിക്കുന്ന മനസ്സാണ് അവിടത്തേക്കുള്ളത്. അദ്ദേഹത്തിനെ എല്ലാവരും അങ്ങ് സ്തുതിക്കുക മാത്രമല്ലല്ലോ ചെയ്തത്. എത്രയോ ആളുകള് നീചമായി ഭഗവാനെ ആക്ഷേപിച്ചവരുണ്ട്. അപ്പൊ ദേവന്മാരുടെ സ്തുതി കേട്ട് ഭഗവാൻ പ്രസന്നനായി എന്നൊക്കെ പുരാണങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട് എന്നത് ശരി തന്നെ. പക്ഷെ അതിന്റെ താല്പര്യം ഭഗവാൻ സ്തുതി ആഗ്രഹിക്കുന്നു എന്നല്ല. ദേവന്മാരുടെയും അഹങ്കാരത്തിന്റെയും അശ്രദ്ധയുടെയും ഫലമായി ആപത്ത് വന്നു ചേർന്നപ്പോ അവർ വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. അവർ പലവട്ടം വിളിച്ചിട്ടും ഭഗവാൻ അറിഞ്ഞ ഭാവം കാണിച്ചില്ല. അവസാനം അവർ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ മാത്രമാണ് ഭഗവാൻ കണ്ണ് തുറന്നത്. ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയുടെ ഫലമായി ദേവന്മാർക്ക് ഭഗവാന്റെ രൂപം ഉള്ളിലും പുറത്തും ദർശിക്കുവാൻ കഴിയും. ഭക്തരുടെ നിഷ്കളങ്കമായ മനസ്സ് കണ്ടാണ് ഭഗവാൻ പ്രസന്നനായത്. കാര്യസാധ്യത്തിനു വേണ്ടി മാത്രമുള്ള സ്തുതി കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ കഴിയില്ല. ഒരു മുതലാളിക്ക് 2 സേവകരുണ്ടായിരുന്നു. ഒരാൾ മുതലാളി എന്ന് വിളിച്ചുകൊണ്ട് എപ്പോഴും പുറകെ നടക്കും. എപ്പോഴും മുതലാളിയുടെ ഗുണഗണങ്ങൾ വാഴ്ത്തും. പക്ഷെ യാതൊരു ജോലിയും ചെയ്യില്ല. എന്നാൽ രണ്ടാമനാകട്ടെ മുതലാളിയുടെ സമീപത്തേക്ക് വരാറില്ല. മുതലാളി ഏൽപ്പിച്ച ജോലികൾ ചെയ്ത് തീർക്കുന്നതിലാണ് ശ്രദ്ധ മുഴുവൻ. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്യും. മുതലാളിക്ക് ആരോടായിരിക്കും സ്നേഹം? രണ്ടാമനോടായിരിക്കും. ഈശ്വര ഈശ്വര എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ഈശ്വര കൃപ ലഭിക്കുന്നത്. അതിനർത്ഥം ഈശ്വരനെ സ്തുതിക്കണ്ട എന്നല്ല. ഈശ്വരനെ വിളിക്കുന്നത്
നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടായാലേ ഫലമുള്ളൂ. അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഫലമായി നമ്മളിൽ ഉണ്ടാകുന്ന നല്ല സംസ്കാരത്തെ നമ്മുടെ തെറ്റായ കർമ്മങ്ങൾ നശിപ്പിക്കും. ഒരു വശത്ത് പഞ്ചസാര സൃഷ്ടിച്ച് മറുവശത്ത് ഉറുമ്പുകളെയും സൃഷ്ടിക്കുന്നത് പോലെയാണ്. പഞ്ചസാര മുഴുവൻ ഉറുമ്പുകൾ തിന്നു തീർക്കും. സ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ലക്ഷ്യം 4 കൈയും കിരീടവുമായി ആകാശത്തിനപ്പുറം സ്വർഗത്തിലിരിക്കുന്ന ഏതെങ്കിലും ഈശ്വരനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതല്ല. എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലും വസിക്കുന്നു. ആ അവബോധത്തിലേക്ക് നമ്മെ ഉണർത്തുവാനുള്ള ഒരു ഉപാധിയാണ് സ്തുതിയും പ്രാർത്ഥനയും. ഒരാളുടെ നല്ല കാര്യങ്ങൾ പുകഴ്ത്തുന്നത് കൊണ്ട് യാതൊരു ദോഷമില്ല. പുകഴ്ത്താൻ അവർ പറയുന്നില്ലല്ലോ, നമ്മൾ അവരെ സ്തുതിക്കുകയാണ്. അവർ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നു, അവർ ചെയ്ത നന്മ നമ്മൾ വാഴ്ത്തുന്നു, ഒരു ദോഷമില്ല. ഒരാളിന്റെ നല്ല കാര്യം പറയരുതേ, ഒരാളിനെ സ്തുതിക്കരുതേ എന്ന് പറയുന്നതാണ് ദോഷം. ഒരാളെ പുകഴ്ത്തല്ലേ എന്ന് പറയുന്നത് തന്നെ ദോഷം. കലിയുഗത്തിൽ ഒരാളിന്റെ നന്മ കണ്ടെത്താൻ കഴിയുക, അത് പരസ്യമായി പറയുക എന്നതിനപ്പുറത്ത് ഒരു ഈശ്വര നാമമില്ല. മലയാള തിരുമേനി എപ്പോഴും പറയുമായിരുന്നു, അമ്മയും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഒരാളുടെ കുറ്റം അയാൾ മാത്രം കേൾക്കുകയും ഒരാളുടെ നന്മ മറ്റുള്ളവരോടെല്ലാം പുകഴ്ത്തി പറയുകയും ചെയ്യുന്നത് കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠം തന്നെ. സ്തോത്രങ്ങളെല്ലാം തന്നെ ഈശ്വര സ്വരൂപത്തെയും മാഹാത്മ്യത്തെയും വർണ്ണിക്കുന്നവയാണ്. സ്നേഹം, കാരുണ്യം, ക്ഷമ തുടങ്ങിയ സദ്ഗുണങ്ങളുടെ മൂർത്തിയാണ് ഈശ്വരൻ. സ്തോത്രങ്ങൾ അർത്ഥമറിഞ്ഞ് ചൊല്ലുമ്പോൾ അവിടുത്തെ സ്നേഹവും ക്ഷമയും കാരുണ്യവും നമ്മളിലും ഉണരും. ഭഗവാനെ സ്തുതിക്കുന്നതിലൂടെ നമ്മൾ അറിയാതെ തന്നെ വിശാലതയിലേക്ക് നമ്മൾ ഉയരും. ഇപ്പൊ അമ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പുകഴ്ത്തുന്നത് കൊണ്ട്, സ്തുതിക്കുന്നത് കൊണ്ട് എന്താ ദോഷം? അമ്മ പറയുന്നില്ലല്ലോ, നിങ്ങൾ പറഞ്ഞോളാൻ. ഒരാൾ ചെയ്യുന്ന നന്മ ആ ആളിനെ വേദിയിൽ ഇരുത്തി അയാളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ യാതൊരു ദോഷമില്ല. അയാളുടെ കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ കേൾക്കാൻ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, മറ്റുള്ളവർ അറിയണ്ടല്ലോ. എന്നാൽ കലിയുഗത്തിൽ അങ്ങനെയല്ല. കുറവുകളെല്ലാം മറ്റുള്ളവരോട് പറയും, നന്മ ആരോടും പറയുകയില്ല. കുട്ടികളുടെയൊക്കെ നമ്മളത് പറയണം. ഒരാളുടെ നന്മ പറഞ്ഞോട്ടെ, ഒരാളിനെ പ്രശംസിക്കട്ടെ, ഒരാളിനെ പുകഴ്ത്തട്ടെ, ഒരാളിനെ പ്രോത്സാഹിപ്പിക്കട്ടെ. നന്നായി കുഞ്ഞെ ചെയ്തത് എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? തെറ്റുണ്ടായാൽ ആ ആള് മാത്രം കേൾക്കാൻ പറയണം, പരസ്യമായി പറയണ്ട. കലിയുഗത്തിൽ എങ്ങനെയാണ്? തെറ്റ് എല്ലാവരും പറയും, നന്മ അയാളോട് പോലും പറയില്ല. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവരുടെ നമ്മളെ പിന്നെ അടുക്കരുതെന്നാണ്. ഒരാളെ പുകഴ്ത്തല്ലേ, ഒരാളുടെ നന്മ പറയല്ലേ, എല്ലാവരും കൂടെ അയാളെ പുകഴ്ത്തുന്നത് കൊണ്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുക. കാരണം അയാൾ നന്മ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അയാൾ മറ്റുള്ളവരുടെ കാര്യം ധാരാളം പുകഴ്ത്തുകയും ചെയ്യും, അവരുടെ പ്രീതിക്ക് വേണ്ടി. നമ്മൾ ഇതൊക്കെ ഒരു നിഷ്കാമ കർമ്മമാണ്, വേറൊന്നിനും വേണ്ടി അല്ലല്ലോ. നമ്മളിപ്പോ ഈ ചടങ്ങുകൾ ഒരു ദിവസം 3 ലൈവാണ്. ഒന്ന് അയ്യപ്പ ഭാഗവതം, ഒന്ന് ദേവി ഭാഗവതം, ഒന്ന് ഒരു ജീവിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് പോയി കാണാനും അനുഗ്രഹം നേടാനും കഴിയുന്ന ഒരു ഗുരുവിനെ നമ്മൾ സമൂഹത്തിൽ അറിയിച്ചു കൊടുക്കുന്നു. അമ്മ എന്നെ വിളിച്ച് പറഞ്ഞതല്ല മോനെ തുടങ്ങിക്കോളാൻ. അമ്മ അങ്ങനെ പറയുന്ന ആളുമല്ല. നമ്മുടെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അമ്മയും അച്ഛനും ഗുരുവും കഴിഞ്ഞേ ഈശ്വരനുള്ളൂ എന്ന് കുട്ടികളെ അറിയിക്കാൻ ജീവിതം എത്രയോ കൊല്ലം മുമ്പ് ഒഴിഞ്ഞു വെച്ച ഒരാളാണ് ഞാൻ. എനിക്ക് ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലിയോ ഒന്നും കിട്ടാഞ്ഞിട്ട് ആധ്യാത്മികത തേടിയ ഒരാളല്ല ഞാൻ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു കോവിഡ് കൊറോണ കാലത്ത് ആളുകൾ ഒരു രോഗത്തെ ഭയന്ന് വിഷമിച്ചിരിക്കുന്ന കാലത്ത് അണ്ണാറ കണ്ണനും തന്നാലായ അമ്മ അച്ഛൻ അത് അവർ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ വേണ്ടതിലധികം അവരെ ആദരിച്ചിട്ടുണ്ട്. അവരിപ്പോ എന്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള ഖേദമേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടികളോടും മുതിർന്നവരോടും ഞാൻ പറയാനുണ്ട്, നിങ്ങളുടെ വീട്ടിൽ അമ്മയോ അച്ഛനോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടെങ്കിൽ ഭാഗ്യം. അവരെ പരമാവധി, അവരെ ഒരുപക്ഷെ പറയുന്നതോ ചെയ്യുന്നതോ നമുക്ക് ഇന്നത്തെ കാലത്ത് സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ പോലും അതൊക്കെ അങ്ങ് സഹിക്കുക എന്നേ നമ്മൾ പറഞ്ഞു. കാരണം ആ അമ്മയെ അച്ഛനെ ആദരിക്കാതെ എത്ര നാമം ജീവിച്ചുകൊണ്ടോ അർത്ഥമില്ലെന്ന് എല്ലാ ഈശ്വരന്മാരും നമുക്ക് കാണിച്ചു തരികയല്ലേ. പിന്നെ ഗുരു
ഗുരുവിന്റെ നാമം ജപിച്ചിട്ടല്ലേ നമ്മൾ ഓം ഗം ഗണപതയെ നമ ജപിക്കുന്നുള്ളൂ. എന്നിട്ടേ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് വായിക്കുന്നുള്ളൂ. അപ്പൊ അമ്മയുടെ മഹത്വം, അമ്മ ചെയ്യുന്ന നന്മ, അമ്മ ജനിച്ച നാട്ടിൽ ഈ ഇത്രയും പ്രായത്തിലും നിന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ അവിടേക്ക് ആകർഷിച്ചത് കൊണ്ട് നന്മയല്ലാതെ ഒന്നും ആർക്കും വന്നിട്ടില്ല. അമ്മ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ദോഷവും ഒരാൾക്കും വന്നിട്ടില്ല. അതിനെ പുകഴ്ത്തുന്നതിന് എന്താ കുഴപ്പം? അത് മറ്റുള്ളവരോട് പറയുന്നതിന് എന്താ കുഴപ്പം? അവിടെ വന്നിട്ടുള്ള സന്യാസി ശിഷ്യന്മാരും ബ്രഹ്മചാരിമാരും ആരും വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടോ വേറെ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടോ ഒന്നും വന്നവരല്ല. അവരെല്ലാം എല്ലാം ഉണ്ടായിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് ഈ ധർമ്മത്തിലേക്ക് വന്നവരാണ്. അത് നമ്മുടെ കുട്ടികൾ അറിയുമ്പോൾ കുറച്ചുപേർക്കെങ്കിലും ഗുരു എന്ന് പറയുന്ന ഒരു സങ്കല്പം വെറുതെ അല്ല. ഗുരുവാണ് ബ്രഹ്മാവ്, ഗുരുവാണ് വിഷ്ണു, ഗുരുവാണ് മഹേശ്വരൻ, ഗുരുവാണ് സാക്ഷാൽ പരബ്രഹ്മം എന്നൊക്കെ ശ്ലോകത്തിൽ പറയുമ്പോഴും നമ്മുടെ കൺവട്ടത്ത് നിൽക്കുന്ന ഗുരുവിനെ നമ്മൾ അറിയുന്നില്ലെങ്കിൽ എന്തർത്ഥം? അപ്പൊ നാമം ജപിക്കുന്നത് കൊണ്ട് ഫലമുണ്ട്, ഗുരുവിനെ മാനിക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ട് എന്ന് തിയറിയൊക്കെ നമ്മൾ വായിക്കുന്നു, പറയുന്നു. അത് പ്രാക്ടിക്കലാക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല അമ്മയുടെ ഈ സത്സംഗം 97 ദിവസം നീണ്ടുപോകും. ഒരിക്കലും അല്ല. ചില നമ്മുടെ അത് കേട്ടിട്ട് പലരും വിളിക്കുമ്പോ അങ്ങനെ തുടരുമ്പോ നമുക്ക് ഒരു ദിവസം ഒരു അരമണിക്കൂർ അത് കേൾക്കുമ്പോ ഒരു മാനസികമായ സന്തോഷം. നമുക്ക് ഒരു ചെലവും ഇല്ലാതെ ഒരാൾക്ക് ഒരു സന്തോഷം പകരാൻ കഴിയുന്നെങ്കിൽ തന്നെ പുണ്യമല്ലേ. അപ്പൊ പൈസ മുടക്കില്ല, സമയം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളല്ല എന്തെല്ലാം ജോലി കഴിഞ്ഞവരാണ്. ഇന്ന് രാവിലെ ഉദയം 6 മണി മുതൽ ഈ രാത്രി 9:15 മണി വരെ എന്തെല്ലാം ജോലികൾ ചെയ്തവരാണ്. കുടുംബപരമായ കാര്യങ്ങൾ, തൊഴിൽ കാര്യങ്ങൾ, മറ്റ് കടമകൾ, കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ ഒക്കെ പാലിച്ചിട്ട് 9 മണിക്ക് ഇത് ആരംഭിച്ചപ്പോ എത്തിയവരാണ്. ഞാൻ ഈ ആധ്യാത്മിക കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ രാവിലെ മുതൽ. അതും ഇപ്പൊ 5 മണിക്കൊക്കെ നമ്മൾ പോസ്റ്റ് ഇടുമായിരുന്നത് 6 മണിക്കാക്കിയത് കുട്ടികൾ ഉണരുമ്പോൾ മതിയല്ലോ. കുട്ടികളെല്ലാം 5 മണിക്ക് എഴുന്നേക്കണം, അവരുടെ കർമ്മങ്ങൾ ചെയ്യണം. 6 മണിക്ക് അവര് ഗ്രൂപ്പിൽ വന്ന് നാമം ജപിക്കുകയോ ആ കാര്യങ്ങൾ ചെയ്യുകയോ പിന്നെ പഠിക്കാൻ ഇരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് രാത്രി 9:30 മണിക്ക് എയർലി ഗോ ടു ബെഡ് ആൻഡ് എയർലി എവേക്ക് എന്നൊരു നിയമപ്രകാരം 9:30 മണിക്ക് അവർ പൂർത്തീകരിച്ച് കിടന്നാൽ 10 മണിക്ക് ഉറങ്ങാൻ കിടന്നാൽ 11, 12, 1, 2, 3, 4, 5, 6 മണിക്ക് ഉണർന്ന് 8 മണിക്കൂർ സുഖമായി കിടന്നുറങ്ങി രാവിലത്തെ നിത്യകർമ്മങ്ങൾ ചെയ്ത് 1 മണിക്കൂർ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാനൊക്കെ പോയാൽ കൂടുതൽ അവർക്ക് അതൊരു ഐശ്വര്യമാവും. എന്നിട്ട് ഒരു ഗുരുവിൽ തുടങ്ങുക, ഒരു ഗുരുവിൽ പൂർത്തീകരിക്കുക. രാവിലെ മള്ളിയൂർ തിരുമേനിയുടെ കീർത്തനത്തോടു കൂടി തുടങ്ങി അമ്മയുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഹരിവരാസനവും ഗുരുപൂജയും നടത്തി സുഖമായി ഉറങ്ങുക. ഉറങ്ങുന്നത് ശരീരമാണ്, ജീവനല്ല എന്നോർക്കുക. രാവിലെ ആ ജീവൻ ശരീരത്തെ ഉണർത്തുന്നു, നമ്മുടെ കർമ്മങ്ങൾ നിർവഹിപ്പിക്കുന്നു. അതിലെ പുണ്യവും യോഗവും ഭാഗ്യവും കലിയുഗത്തിൽ ഗുരുവും ഈശ്വരനും പൂർവികന്മാരും നൽകിയവർക്ക് ആ പാതയിൽ സുഖമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനൊക്കെ കഴിയുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കരഗതമാവട്ടെ. മാർച്ച് 18-ാം തീയതി തുടങ്ങിയ നമ്മുടെ സത്സംഗം 248 ദിവസത്തിൽ എത്തുകയും മള്ളിയൂർ തിരുമേനിയുടെ ഗുരു ദർശനം ചടങ്ങ് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മയുടെ ചടങ്ങ് ആരംഭിക്കുകയും അത് 97 ദിവസമായി എന്ന് നമുക്ക് ഓർക്കാൻ സങ്കല്പിക്കാൻ പ്രയാസം. എത്രയോ വിഷയങ്ങൾ നമ്മൾ കേട്ടു. അത് ലോകത്തിന്റെ നാനാഭാഗത്ത് ഇതേ സമയത്ത് ഇരുന്നുകൊണ്ട് ആളുകൾ കേൾക്കുന്നു. ആ ഈശ്വരീയ ധർമ്മത്തില് ഒരു ചാനൽ നമ്മൾ വെച്ചാൽ അതിൽ എന്തെല്ലാം പരിപാടികളാണ് രാവിലെ മുതൽ ഇടതടവില്ലാതെ നടക്കുന്നത്. വേണ്ടവർ കാണുന്നു എന്നല്ലേ. അതുപോലെ നമ്മൾ ഇതിനെയും കണ്ടാൽ മതി. ഒരു ചാനൽ നമുക്ക് ഏറ്റവും ഇപ്പൊ അമ്മയുടെ ചാനൽ തന്നെയുണ്ട്, അമൃത ചാനൽ. രാവിലെ മുതൽ എന്തെല്ലാം പരിപാടികളാണ് അല്ലേ. മാതൃഭൂമി ചാനലുണ്ട്, 24 ഉണ്ട്, സൂര്യ ഉണ്ട്, ഏഷ്യാനെറ്റ് ഉണ്ട്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നോ അവരവർക്ക് ഇഷ്ടപ്പെട്ടത് കാണും. ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തെല്ലാം ഉണ്ടോ അവരവർക്ക് വേണ്ടത് വാങ്ങും. അത്രേ ഉള്ളൂ. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. എന്തായാലും ഇത്രയും ദിവസം ഇത് തുടർന്നു പോയത് വളരെ മംഗളകരമായ ഒരു അനുഭവമായി കണ്ടുകൊണ്ട് അതിൽ സമയം ഉണ്ടാക്കി പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും സർവ്വസൗഭാഗ്യവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ടത്. അതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കുറിച്ചു വയ്ക്കുക, ഓർത്തു വയ്ക്കുക. നന്മ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുക. അതിന് അമ്മയെ പോലെ ഒരു ഗുരുനാഥ നമ്മുടെ ഈ കാലത്ത് സാലോക്യം, സാമീപ്യം നമ്മുടെ അടുത്ത്
സാരൂപ്യം, ആ രൂപത്തെ കണ്ടുകൊണ്ട് തന്നെ സായുജ്യം പ്രാപിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും പകരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കോവിഡ്, കൊറോണ ദുരിതങ്ങളും ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒന്നും നമ്മുടെ കുലത്തിലും ഒരു കുലത്തിലും ഉണ്ടാവാതെ കാത്തരളണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നാളെ വീണ്ടും നമുക്ക് ഒരു പൂജയോടുകൂടി വീണ്ടും ഉണർത്തെണീക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലും വിളിച്ചും ഒക്കെ പറയാം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് സ്വപ്നം എഴുതിയതുപോലെ മാനസികമായി ഒരു ബലം ഇരട്ടിക്കാൻ ജിനേഷൊക്കെ ഗൾഫിൽ ഇരുന്നു കൊണ്ട് ഈ മഹാസന്ദേശം എത്രയോ പേർക്ക് യൂട്യൂബിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമുക്കൊരു നഷ്ടവുമില്ലാതെ ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. അമ്മ രാവിലെ ആളുകളെ കാണാൻ ഇരുന്നാൽ 3 ദിവസമൊക്കെ തുടർച്ചയായി ഒരു നിമിഷം എഴുന്നേക്കാതെ വിശ്രമിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്നതിന് നമ്മൾ ഇതൊന്നും ചെയ്താൽ പോരാ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നു, നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നു. ഒരു ആപ്പിളും ഒരു മിഠായിയും ഒരു ഭസ്മവും തന്നിട്ട് മക്കളെ എല്ലാം ശരിയാവട്ടെ എന്ന് പറയുന്നതിലൊക്കെ വലിയ അർത്ഥമില്ലേ? സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. തത്വമസ്യാദി മഹാവാക്യ അർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യ കാരുണ്യത്താൽ. അപ്പോ വിശ്വാമിത്രനും വസിഷ്ഠനും അഗസ്ത്യനും ഒക്കെയാണ് ശ്രീരാമചന്ദ്രനെ ആ പദവിയിൽ എത്തിച്ചതെന്ന് അവർ പറയുമ്പോ, സാന്ദീപനെയും മഹാഗുരുനാഥനും ഗർഗനും ഒക്കെയാണ് എന്നെ ആ നിലയിൽ എത്തിച്ചതെന്ന് ശ്രീകൃഷ്ണ ഭഗവാനും പറയുമ്പോ, നമുക്ക് നമ്മുടെ ഗുരുക്കന്മാരാണ് നമ്മളെ നേർവഴി കാട്ടിയതെന്ന് പറയാൻ മടിച്ചതും നമ്മളൊക്കെ വന്നപ്പോഴേ ഇങ്ങനെ ആയിരുന്നു എന്ന് ധരിച്ച അഹന്തയുമാണ് നമ്മുടെ വളർച്ചയ്ക്ക് കുറവെങ്കിൽ അതൊന്നും അടുത്ത തലമുറയ്ക്ക് പറ്റാതിരിക്കാനുള്ള ഒരു മാർഗമായി ഇതിനെയൊക്കെ കണ്ടാൽ അവിടെയാണ് ശ്രേയസ്സും പ്രേയസ്സും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നമുക്ക് ലഭിക്കുന്നതെന്ന് ചിന്തിക്കാൻ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു വലിയ കർമ്മമായി നമ്മൾ ഇതിനെ കണ്ടാൽ മതി. അതിൽ ഈ കാര്യം പറയുന്ന എന്നേക്കാൾ ശ്രേഷ്ഠർ നിങ്ങളാണ്. കാരണം കേൾക്കാൻ താല്പര്യമുള്ളവരുടെ മനസ്സിൽ ഇത് കൊടുത്താലേ അർത്ഥമുള്ളൂ. ആ ഈശ്വരീയ തരംഗമാണ് നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു വാഹനവുമായി പെട്രോൾ പമ്പിൽ ചെന്നാൽ പെട്രോൾ അടിക്കേണ്ട വാഹനത്തിൽ പെട്രോളും ഡീസൽ അടിക്കേണ്ട വാഹനത്തിൽ ഡീസലും ഒഴിച്ചെങ്കിലേ ആ വണ്ടി ഓടും. എന്നാൽ വില കുറവാണ്, പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും ലിറ്റർ പച്ചവെള്ളം ഞാൻ അതിനകത്ത് ഒഴിക്കാമെന്ന് പറഞ്ഞാൽ വാഹനം ഓടില്ല. അപ്പൊ എപ്പോഴും അതിന് വേണ്ടത് കൊടുക്കുന്ന ഒരു നിയതി ഈ പ്രകൃതിയിലുണ്ട്. അതിനെ മാനിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ ഇതേപോലെയുള്ള അനേക അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ നിന്ന് എപ്പോൾ ജീവൻ പോകുമെന്ന് എനിക്കറിയില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എപ്പോൾ പോകും എന്ന് നമുക്കറിയില്ല. അതിനിടയിൽ നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന ഈ മഹത്തായ ഉദാത്തമായ ചൈതന്യത്തെ ആദരിക്കാൻ ഇതേപോലെയുള്ള ചടങ്ങുകൾക്ക് സാധിക്കും. സ്വപ്നം എഴുതിയതുപോലെ അമ്മയുടെ ദർശനം അത്ഭുതമുളവാക്കുന്ന ഒന്ന് തന്നെയാണ്. ആധ്യാത്മികതയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ അതൊന്ന് കണ്ടാൽ ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ബോധ്യപ്പെടും. അപ്പൊ അവരൊക്കെ അതിനായിട്ട് വന്നവരാണ് എന്ന് നമുക്ക് ചിന്തയാവും. സൂര്യനെ പോലെ ആ തേജസ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന മഹാത്മാക്കളെ സ്മരിക്കുന്നത് തന്നെ കലിയുഗത്തിലെ ഏറ്റവും വലിയ തപസ്സാണ്. അല്ലാതെ വേറെ കണ്ണുടച്ചുകൊണ്ട് നമ്മൾ കാട്ടിലെങ്ങും പോകണ്ട. ഇതുപോലെയുള്ള കർമ്മങ്ങളിൽ ശ്രദ്ധിക്കുകയും അതിനെ അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ തപസ്സാണ്. അതിന് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജഗദീശ്വരിയും ജഗദീശ്വരനും എല്ലാ നന്മയും കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഈശ്വരീയ തരംഗമാണ് നമ്മളെ തേജോമയമാക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അത് നന്ദിപൂർവം വാഴ്ത്തി പുകഴ്ത്തി പ്രചരിപ്പിച്ച് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുമ്പോൾ കലിയുഗത്തിൽ നന്മ ശ്രദ്ധിക്കുന്നവർ വളരെ വിരളമാണെങ്കിലും ഉണ്ടാവും എന്ന ഗുരുക്കന്മാരുടെ വാക്കുകളിൽ നമ്മളും ഉണ്ടല്ലോ പങ്കാളികളായി എന്ന് ചിന്തിക്കാൻ നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളും അമ്മ ചെയ്യുന്ന ആധ്യാത്മിക പ്രവർത്തനങ്ങളും ഒക്കെ വളർന്ന് പടർന്ന് പന്തലിച്ച് താരും തളിരും ചൂടി ഈശ്വരീയ സങ്കല്പത്തിന്റെ മഹോന്നതമായ ദർശനങ്ങളിലേക്ക് പടർന്ന് വളരട്ടെ. അതൊക്കെ കാണാനുള്ള സൗഭാഗ്യം നമ്മുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശ്വര കർമ്മങ്ങളുമായി മാത്രമേ നമ്മൾ ബന്ധപ്പെടാവൂ. ഗുരുത്വം തരംഗങ്ങളുമായി മാത്രമേ നമ്മൾ ഇണചേരാവൂ. അല്ലാതെ ഇതൊക്കെ ഒരു പരിഹാസ്യമായും ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വേണ്ടാത്തതാണെന്നൊക്കെ ചിന്തിക്കുകയും ആരുടെയും നല്ല കാര്യങ്ങൾ ആരോടും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ വിട്ടിട്ട് നന്മയുടെ മാർഗങ്ങളിലേക്ക് അവരവർക്ക് കടന്നു ചെല്ലാനുള്ള സർവസ്വാതന്ത്ര്യം ഈശ്വരൻ പ്രപഞ്ചത്തിൽ അനുവദിച്ചിരിക്കുന്നത് എപ്പോഴും സ്മരിക്കാനുള്ള ഉദാത്തമായ ഭാവങ്ങൾ
നമുക്കെല്ലാം പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിനയത്തോടെ എളിമയോടെ നാമജപത്തോടെ ഈ തിരുവോണ ദിവസം ഈ സപ്തമിയില് ഈ മംഗളകരമായ രാത്രിയുടെ 2ാം യാമം തുടങ്ങുന്ന സമയത്ത് നമുക്ക് നാമജപത്തോടെ സമർപ്പിക്കാം. ഒരു യാമം 3 മണിക്കൂറാണ്. രാവിലെ 6 മുതൽ 9 വരെ ഒരു യാമം, 9 മുതൽ 12 വരെ ഒരു യാമം, 12 മുതൽ 3 വരെ ഒരു യാമം, 3 മുതൽ 6 വരെ ഒരു യാമം. 4 യാമം പകലും 4 യാമം രാത്രിയും. രാത്രിയെ പകലാക്കിക്കൊണ്ട് രജോമയമായ എത്രയോ വലിയ ചൈതന്യം, പ്രപഞ്ച നിയന്താവ് നമ്മളെയൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ കൊണ്ടുപോകും. ബാലമരണങ്ങൾ അകപ്പെടാതെ, വൈധവ്യ ദുഃഖം വനിതമാർക്ക് വരാതെ, ഭാര്യാവിയോഗം പുരുഷന്മാർക്ക് വരാതെ, മക്കളെ അമ്മയും അച്ഛനും അനുഗ്രഹിക്കുന്നവണ്ണം അനുഗ്രഹിക്കുവാൻ നമുക്കൊന്നും ഒരു വാക്കുകൾ കൊണ്ടും വിശദീകരിക്കാൻ കഴിയാത്ത ആ വലിയ ചൈതന്യം നമ്മളെ എവിടെ വരെ എത്തിച്ചു. അത് വീണ്ടും തുടരാൻ, ആ സൗഭാഗ്യം വീണ്ടും പകരാൻ ആ ശക്തികൾക്കൊക്കെ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുക. മനുഷ്യന്റെ അഹന്ത കൊണ്ട് അവൻ അതൊന്നും അറിയുന്നില്ല. മനുഷ്യന്റെ കർമ്മം എന്താണെന്ന് അവൻ തിരിച്ചറിയുന്നില്ല. പ്രകൃതിയിൽ നിന്നും ഓരോ ചലനവും നിരീക്ഷിച്ചത് ഓരോന്നിൽ നിന്ന് ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് അമ്മ നമുക്ക് കാട്ടിത്തരുന്നു എന്നാണ് അക്ഷയ് ശ്യാം എഴുതിയിരിക്കുന്നത്. അക്ഷയ് ശ്യാമിനെ പോലെ ഒരു കൊച്ചുകുട്ടി അത്രയും ചിന്തിച്ചത് തന്നെ വലിയ കാര്യമാണ് മോൻ. ഒരു കുടുംബത്തിൽ ഇരുന്നു കൊണ്ട്, അമ്മയുടെയും അച്ഛന്റെയും സഹോദരിയുടെയും അടുത്തിരുന്നു കൊണ്ട് പ്രകൃതിയിലെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ച് അത് ഓരോന്നിൽ നിന്ന് ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് അമ്മ നമുക്ക് കാട്ടിത്തരുന്നു എന്ന് അക്ഷയിനെ പോലെ ഒരു കുഞ്ഞ് എഴുതിയത് തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യം. അത് ഒരു ദിവസം 2 നേരം നാമം ജപിക്കുന്നത് കൊണ്ടും രാവിലെ എണീറ്റ് ആ കർമ്മങ്ങളുമായി ബന്ധപ്പെടുന്നത് കൊണ്ടും അക്ഷയന്റെ മസ്തകത്തിൽ തോന്നുന്ന ഒരു നല്ല ചിന്തയുടെ ഉദാത്തമായ പ്രതിസ്ഫുരണമാണ്. നല്ല ചിന്തകളിലേക്ക് നയിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടത് വന്നോളൂ. നമ്മളെ ഒന്നും അന്വേഷിച്ചു പോകണ്ട. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പുസ്തകങ്ങളിലുള്ള ഗുരുക്കന്മാരെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, അമ്മയെ നമുക്ക് കാണാം. അമ്മ എഴുതിയത് ഈ കാലത്ത് തന്നെ വായിക്കാം, കേൾക്കാം. അതൊരു ചെറിയ കാര്യമല്ല. അതിനെ വലുതായി കണ്ടാൽ നമുക്ക് വലിയ കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ ചെയ്തു തരും. അതിനെ ചെറുതായി കണ്ടാൽ നമ്മൾ ചെറുതായി പോകും. അത്രയേ ഉള്ളൂ. ഏത് കാര്യത്തെയും എങ്ങനെ നമ്മൾ കാണുന്നോ അതിനനുസരിച്ചുള്ള വലിപ്പം ഈശ്വരൻ നമുക്ക് തരും. അത് പ്രത്യക്ഷമാണ്. എനിക്കൊക്കെ നല്ല അനുഭവമാണ്. ഭാഗവതത്തിലെയും ദേവീ ഭാഗവതത്തിലെയും രാമായണത്തിലെയും ഒക്കെ കാര്യങ്ങൾ വായിച്ചിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറത്തെ നന്മ നമുക്ക് നൽകും. അത് ഈശ്വരനും ഗുരുവും നൽകിയതാണെന്ന് എപ്പോഴും ഓർത്താൽ മതി. അത് നമ്മുടേതെന്ന് കരുതുന്നത് ഒന്നുകൊണ്ടാവരുതേ, അങ്ങനെ തോന്നരുതേ. എപ്പോഴും ഗുരുവിലും ഈശ്വരനിലും അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അക്ഷയനെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ സാധിക്കട്ടെ. അതിനുള്ള ഒരു കർമ്മമായി ഈ കാലം നമ്മൾ കണ്ടാൽ മതി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നാമം ജപിച്ച് പൂർത്തീകരിക്കാം. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതോ, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സത്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ ശ്രീ ലക്ഷ്മീ നാരായണായേതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതീ മഹാദേവായേതി സമർപ്പയാമി. സർവം 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 ശ്രീ അമ്മ അമൃതാനന്ദമയീ ദേവി തൃപാദങ്ങളേതി സമർപ്പയാമി. സർവം 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 ശ്രീ മള്ളിയോർ പൊന്നു തിരുമേനി തൃപാദങ്ങളേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം
പൂർണ്ണാത് പൂർണ്ണം ഉദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമദായ പൂർണ്ണം ഏവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം.